അതോ നമസ്കാരം. 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വളരെ ആവേശകരമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ റോഡ് സൈഡുകളിലൊക്കെ കട്ടൗട്ടുകളും ഇതൊക്കെ വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് അതിനേക്കാൾ തന്നെ കേരളത്തിന് അങ്ങും ഇങ്ങും എല്ലാ വടക്കൻ ഏരിയയിലാണ് കൂടുതലുള്ളതെങ്കിലും എല്ലാ ഫുട്ബോൾ ആരാധകരും അവരവരുടെ ടീമിൻ്റെ പ്ലക്കാർഡുകളും കട്ടൗട്ടുകളൊക്കെ വെച്ച് വളരെ ആവേശത്തിലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചില സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ട് കുറേ ആരാധകർക്ക് ഈ കളി എങ്ങനെ കാണാൻ പറ്റും, ഇന്ത്യയിൽ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആരാണെന്നൊക്കെ. ഏകദേശം ഒരു രൂപരേഖയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതിന് ഔദ്യോഗികമായിട്ട് മിഞ്ഞാന്നും അതിൻ്റെ മുന്നേറ്റയാണ് സി എന്ന ചാനലാണ് ഫിഫയുമായിട്ട് ഈ ഒരു കരാർ ഒപ്പിട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ അതിൻ്റെ സംപ്രേഷണം ഏറ്റെടുത്തിട്ടുള്ളത് സി എന്ന ചാനലാണ്. അവർ ഈ 2026 2030 അതേപോലെ തന്നെ അതിനിടയിൽ നടക്കുന്നൊരു ഫിഫ വേൾഡ് കപ്പ് വുമൺസിൻ്റെ ഉണ്ട്. ഈ ഒരു 3 കളികളും ഫിഫയുമായിട്ട് കരാർ ഏറ്റിട്ടുള്ളത് സി എന്ന ചാനലാണ്. അതിനായിട്ട് അവരൊരു 4 ചാനലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റ് 8-1, 8 HD 1 അത് ഹിന്ദിയിലും, അതേപോലെ തന്നെ യുണൈറ്റ് HD2, യുണൈറ്റ് 8-2 ഇങ്ങനെ 2 ചാനൽ ഇംഗ്ലീഷിലുമായിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ടി വി അതേപോലെ തന്നെ കേബിൾ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ എയർടെൽ കിട്ടും അങ്ങനത്തെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി എന്ന ബേസിൽ ഈ രീതിയിലാണ് സംപ്രേഷണം ഇത് ഇന്ത്യയിൽ നടക്കുക. പിന്നെ ഒ ടി ടിക്ക് വേണ്ടി അവർ ഇതേപോലെ തന്നെ Z5 പറഞ്ഞ പോലെ ഒരു OTT പ്ലാറ്റ്ഫോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ സാധാരണ നമ്മൾ സോണി അതേപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ തന്നെ അവരതിൽ സബ്സ്ക്രിപ്ഷൻ കാണിച്ചിട്ടുണ്ട്. 799 രൂപക്ക് ഈ വേൾഡ് കപ്പിൻ്റെ ഫുൾ ആക്സസ് പ്ലസ് വുമൺസ് വേൾഡ് കപ്പ് ഒരു 3 ഡിവൈസിൽ 799 രൂപക്ക് 3 ഡിവൈസിൽ കാണാമെന്നുള്ളൊരു സ്ഥിരീകരണവും നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്ക് ലീഗലി നമുക്ക് ഇന്ത്യയിൽ വേൾഡ് കപ്പ് കാണാനുള്ള അവസരം എന്നുള്ളത്. പിന്നെ പല ഷോർട്സിലും അതേപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ പല രീതിയിലും ലൈവായിട്ട് യൂട്യൂബർമാരെ വെച്ചിട്ട് കാണാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പല ലിങ്കുകളും കാണിക്കുന്നുണ്ട്. ഇതൊന്നും ലീഗലോ അല്ലെങ്കിൽ എത്രമാത്രം ശരിയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വേറൊരു യൂട്യൂബ് ചാനൽ ഫ്രീ ആയി കാണാം, ക്രൈസി TV. നമുക്കറിയാം ബ്രസീലിലെ ഒരു ഫുട്ബോൾ ഇൻഫ്ലുവൻസറുടെ ഒരു ചാനലാണത്. ആ ചാനൽ വളരെ ഫേമസ് ആണ്. അതിൽ ബ്രസീലിലൊക്കെ ലൈവായിട്ട് കാണുന്നത് ആ യൂട്യൂബിലൂടെയാണ്. ലാലിഗ വരെ നെക്സ്റ്റ് ഇയർ മുതൽ ബ്രസീലിൽ കാണിക്കുന്നത് അങ്ങനെയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു ലൈവ് യൂട്യൂബ് കാണാൻ കഴിയുമെന്നൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇതാണ് വേൾഡ് കപ്പിൻ്റെ സംപ്രേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി മറ്റ് വേൾഡ് കപ്പ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.